5 നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകം ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കാരണം ഇന്ത്യയിലെ ഭാവി രാഷ്ട്രീയത്തിന്റെ ദിശാസൂചകമാണ് ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ്. മൂന്ന് പതിറ്റാണ്ട് നീണ്ട ഇടതുപക്ഷ ഭരണത്തെ താഴെയിറക്കിയ മമതാ ബാനർജി ഒരു ഭാഗത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർവ്വസന്നാഹങ്ങളുമായി BJP മറുഭാഗത്തും സംയുക്ത മുന്നണിയുമായി കോൺഗ്രസും CPM-ഉം കളം നിറഞ്ഞ ബംഗാളിലെ യുദ്ധഭൂമിയിൽ ആര് വീഴും ആര് വാഴും. ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെയും ഹൈന്ദവ രാഷ്ട്രീയത്തിന്റെയും ഭാവി കൂടിയാണ് ബംഗാളിലെ ജനത എഴുതുന്നത്. ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഈ ബംഗാൾ ഇലക്ഷൻ. അത് മെയിൻ കാര്യം ഇതിൻ്റെ ഒരു ഔട്ട്കം അനുസരിച്ചിരിക്കുന്ന നമ്മുടെ നരേന്ദ്രമോദിക്കെതിരായിട്ടൊരു ഫലപ്രദമായൊരു പ്രതിപക്ഷം നമുക്കിവിടെ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത്. കോൺഗ്രസ് മുക്ത ഭാരത് എന്ന് BJP പറയും. പക്ഷേ ഇതിപ്പം അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇപ്പോൾ ബംഗാളിൽ BJP ജയിക്കാനുള്ള അർത്ഥം ഇവിടെ ഒരു പ്രതിപക്ഷ മുക്ത ഭാരത് ഉണ്ടാവുമെന്നുള്ള ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും നരേന്ദ്രമോദിയുടെ BJP-യും CPM, കോൺഗ്രസ്, ISF എന്നിവരടങ്ങിയ സംയുക്ത മുന്നണിയും തമ്മിലുള്ള ത്രികോണ മത്സരമാണെന്ന് പറയാമെങ്കിലും പോരാട്ട ചിത്രത്തിൽ BJP-യും തൃണമൂലും മുഖാമുഖം നിൽക്കുന്നു. Our main opponent is the violence of Trinamool Congress. Our main opponent is the captain of Trinamool Congress, Mamata Banerjee. Our main opponent is the misgovernance. Our main opponent is the violence that they've inflicted on the people. Our main opponent, obviously, a party which has all these attributes. അധികാരത്തിലിരിക്കുന്ന മമതയാണ് BJP-യുടെ ലക്ഷ്യം. അധികാരം നഷ്ടപ്പെട്ട CPM-നെയും സഖ്യകക്ഷിയായ കോൺഗ്രസിനെയും BJP ഗൗനിക്കുന്നില്ല. These are all alliances of opportunism, alliances, shameless alliances to try get close to power, to try get too close to public money. So it doesn't really matter. You know, they have lost their credibility. CPM, Congress are a thing of the past in Bengal. മോദിയുടെ തേരോട്ടം തുടങ്ങിയപ്പോൾ മുഖം തിരിച്ചു നിന്ന 3 സംസ്ഥാനങ്ങളായിരുന്നു പശ്ചിമ ബംഗാളും തമിഴ്നാടും കേരളവും. തമിഴ്നാട്ടിൽ ഭരണകക്ഷിയുമായി ചങ്ങാത്തത്തിലായി സംസ്ഥാനത്ത് പിടിപാടുണ്ടാക്കി. എന്നാൽ പശ്ചിമ ബംഗാളും കേരളവും BJP-യുടെ വഴിക്ക് നടക്കാൻ കൂട്ടാക്കിയില്ല. എന്നാൽ 5 വർഷത്തിലധികമായി ബംഗാൾ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനം BJP-യെ സംസ്ഥാനത്തെ വലിയ സ്വാധീന ശക്തിയായി വളർത്തിയെന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി. അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് BJP. അധികാരമല്ലാതെ മറ്റൊന്നും BJP-യുടെ മുന്നിലില്ല. ആ ലക്ഷ്യം നിറവേറ്റാൻ ദേശീയ പാർട്ടിയും ഇന്ത്യയുടെ ഭരണകക്ഷിയുമായ BJP എല്ലാ അധികാരവും സ്വാധീനവും സംഘടനാശേഷിയും ബംഗാളിൽ പ്രയോഗിക്കുന്നു. എന്ത് വില കൊടുത്തും ബംഗാൾ പിടിക്കുക. സ്വതന്ത്ര ഇന്ത്യയിൽ ഇതുവരെ പിണങ്ങി നിന്ന ബംഗാളിനെ ഹൈന്ദവ രാഷ്ട്രീയത്തിന്റെ വിളവെടുപ്പ് ഭൂമിയാക്കുക. ബംഗാളിൽ ഹൈന്ദവ രാഷ്ട്രീയത്തിന്റെ ശിലാന്യാസത്തിനാണ് മോദിയും സംഘവും ശ്രമിക്കുന്നത്. എന്ത് വില കൊടുത്തും ബംഗാൾ നേടുക എന്നുള്ളതാണ് BJP-യുടെ ലക്ഷ്യം. പ്രചാരണത്തിന്റെ തീവ്രത താഴെത്തട്ടിൽ പ്രകടം. എല്ലാ ദിവസവും ഒരു കേന്ദ്ര നേതാവിന്റെ സാന്നിധ്യം ബംഗാളിൽ BJP ഉറപ്പാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ 1 ഡസനോളം മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ. ബംഗാളിന്റെ ആകാശത്ത് മണിക്കൂറുകൾ ഇടവിട്ട് വട്ടമിട്ട് പറക്കുന്നു. റോഡ് ഷോകൾ, റാലികൾ, ആൾക്കൂട്ടങ്ങൾ സൃഷ്ടിച്ച് ആവേശം നിറച്ച് പ്രത്യക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ BJP നിറഞ്ഞാടുന്നു. എല്ലാ നീക്കങ്ങൾക്കും അരയും തലയും മുറുക്കി അദൃശ്യ സാന്നിധ്യമായി RSS പിന്നണിയിൽ നിന്ന് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TMCയും BJPയും തമ്മിലുള്ള വോട്ട് ശതമാനത്തിന്റെ വ്യത്യാസം വെറും 2.6% മാത്രം. 8 ഘട്ടമായുള്ള വോട്ടെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ ആകാശം മുട്ടെ ഉയരുന്നുണ്ട് BJPയുടെ പ്രതീക്ഷകൾ. തൃണമൂൽ കോൺഗ്രസിന്റെ തേരാളിയും പോരാളിയും മമതാ ബാനർജിയാണ്. സർവ്വസന്നാഹങ്ങളുമായി യുദ്ധത്തിനിറങ്ങിയ BJPയെ അവർ ഏകയായി നേരിടുന്നു. എന്നും പോരാടി നേടിയിട്ടേ ഉള്ളൂ മമത. ഏകയാണെങ്കിലും ഒറ്റയാന്റെ കരുത്താണ് മമതയ്ക്കെന്ന് ചരിത്രം പറയുന്നു. കോൺഗ്രസിൽ നിന്ന് പിണങ്ങിയിറങ്ങി ഇടതുപക്ഷത്തിനോട് പോരാടി ഇടതുപക്ഷത്തെ കടപുഴക്കിയ മമത BJP എന്ന അതിശക്തനെ കൂസലില്ലാതെ നേരിടുന്നു. പുറകിൽ നിന്ന് കുത്തിയവനെ അവന്റെ തട്ടകത്തിൽ പോയി തന്നെ വെല്ലുവിളിച്ചു. മമതയുടെ നീക്കം ഞെട്ടിച്ചെന്ന് എതിർ സ്ഥാനാർത്ഥിയും മുൻ വിശ്വസ്തനുമായ സുവേന്ദു അധികാരി തന്നെ തുറന്നു പറഞ്ഞു. No, it's not expected, but not extraordinary. It's a normal election. I am fighting under the banner of the world largest party BJP. പ്രതിരോധമല്ല, ആക്രമണമാണ് മമതയുടെ ശൈലി. നാടകീയതയും മമതയ്ക്ക് നന്നായി വഴങ്ങും. മമതയെ ചുറ്റും നിന്ന് ആക്രമിക്കാൻ BJPക്ക് ഒരുപാട് പേരുണ്ട്. എന്നാൽ പ്രത്യാക്രമണവും പ്രതിരോധവും മമത ഒറ്റയ്ക്കാണ്. ബംഗാളിന്റെ മകളായി സ്വയം പ്രഖ്യാപിച്ചവർ എല്ലാത്തിനെതിരെയും ഒറ്റയ്ക്ക് പോരാടുന്നു. ഇടതുപക്ഷത്തേക്കാൾ BJPയെ നേരിടുന്നതിലാണ് മമത ഊർജം ചെലവാക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾ പാർട്ടി ഇവരും സെക്യൂറിനെ സപ്പോർട്ട്. ആരും പരസ്യമായിട്ട് ടാറ്റ ഇവിടെ വരാൻ പറ്റില്ല. അവർ മാത്രമാണ്. അപ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയ ഇതൊന്നും ഇങ്ങനത്തെ ഒരു ഗാമ്പിളാണ്. ബാക്കിയുള്ളവർ പോകുന്നതിനെതിരായിട്ട് ഈ ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ളത് ദാറ്റ് ഇസ് എ സ്ട്രെങ്ത്. ഷീ ഹാസ് ഓൾവേസ് ഡൺ വെൽ ഇൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഇങ്ങനെ അതേസമയം അവരെപ്പോഴും ആലോചിച്ച് നോക്കി, ഇപ്പം പ്രസിഡന്റ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കഴിഞ്ഞവണ അവരൊരു മറ്റ് രാഷ്ട്രീയ പാർട്ടികളായിട്ട് ചേർന്നൊരു ഇവിടെ ഒരു സഖ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് ഒരിക്കലും അത് സക്സസ്ഫുൾ ആയിട്ടില്ല. വെനെവർ ഷീ ഈസ് അലോൺ ഷീ ഡസ് ബെറ്റർ. തിരഞ്ഞെടുപ്പിന് മുൻപ് തൃണമൂലിൽ നിന്ന് നേതാക്കൾ BJPയിലേക്ക് കൂട്ടത്തോടെ ചേക്കേറിയതുപോലെ തിരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടാകുമെന്ന ഭയം മമതയ്ക്കുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ മികച്ച ഭൂരിപക്ഷമെന്നത് മാത്രമാണ് പോംവഴി. അത് നന്നായി തൃണമൂൽ കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. We will be coming in the power in the brute majority. There is no question of leaving party. When we will be in the power, I don't think that there will be any leaving of party from our party will not be possible. BJP പ്രത്യക്ഷത്തിൽ തന്നെ നടത്തുന്ന സാമുദായിക ധ്രുവീകരണമാണ് തൃണമൂലും മമതയും നേരിടുന്ന പ്രധാന വെല്ലുവിളി. ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം മമതയ്ക്കെതിരെ വ്യാപകമായി ഉപയോഗിക്കുന്നു. They are actually using the God's name in the political field. It is insult to the God, and this is actually in India there are no political party those who use the God's name in the political platform. Only BJP is doing that. This is wrong. ഇടതു രാഷ്ട്രീയം ഉഴുതുമറിച്ച മണ്ണിൽ മമത കടന്നുവന്നെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്രത്തിൽ കാര്യമായ മാറ്റമുണ്ടായിരുന്നില്ല. ഇടതു രാഷ്ട്രീയത്തിന്റെ ഇടത്തിലേക്കായിരുന്നു മമതയുടെ കടന്നുവരവ്. എന്നാൽ ഇന്ന് ബംഗാൾ രാഷ്ട്രീയ ഭൂമികയെ സ്വന്തം വഴിക്ക് നടത്താനാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ BJP ശ്രമിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ വ്യക്തമായ സൂചന നൽകിയിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 45% വോട്ട് നേടി തൃണമൂൽ കോൺഗ്രസ് മികച്ച വിജയം നേടിയപ്പോൾ BJPയുടെ സാന്നിധ്യം വെറും 10%. എന്നാൽ 3 വർഷം കൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളായിരുന്നു കണ്ടത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 40.7% കുതിച്ചെത്തി. BJPയുടെ തേരോട്ടത്തിൽ
കാര്യമായ പരിക്കുപറ്റാതെ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചുനിന്നു. 43.7% വോട്ട് വിഹിതം നേടാൻ തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞു. BJP-യിലേക്ക് പോയത് കൂടുതലും CPM കോൺഗ്രസ് വിഹിതത്തിൽ നിന്നായിരുന്നു. ഇവിടെ നിന്നും ഇക്കുറി ജനമനസ് എങ്ങോട്ട് പോകുമെന്നതാണ് ചോദ്യം. മൂന്ന് പതിറ്റാണ്ടിലധികം ബംഗാളിന്റെ മണ്ണിൽ സർവാധിപതികളായി വാണ ഇടതുപക്ഷം പിടിച്ചു നിൽക്കാനും പ്രസക്തമാകാനുമാണ് ശ്രമിക്കുന്നത്. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ ബംഗാളിന്റെ മണ്ണിൽ വീണ്ടും ചുവപ്പൻ പ്രഭാതങ്ങൾ വിരിയുമെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. പതിറ്റാണ്ട് ഭരിച്ച സംസ്ഥാനത്ത് പ്രതിപക്ഷ സ്ഥാനം പോലും നേടാൻ കഴിയാത്തത്ര പ്രതിസന്ധിയിലാണ് CPM. 2016-ൽ കോൺഗ്രസ് സഹകരണത്തോടെ മത്സരിച്ചപ്പോൾ സീറ്റ് നിലയിൽ കുറവാണ് CPM-നുണ്ടായത്. കോൺഗ്രസിനാകട്ടെ പ്രതിപക്ഷ നേതൃസ്ഥാനവും ലഭിച്ചു. എന്നാൽ 5 വർഷത്തിനിപ്പുറം ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കാൻ CPM-ന് കഴിഞ്ഞു. 2011-ൽ സംസ്ഥാനത്ത് നിന്ന് തൂത്തെറിയപ്പെടുമ്പോൾ അപ്രത്യക്ഷമായ പല സ്ഥലങ്ങളിലും പാർട്ടി സാന്നിധ്യം തിരികെ എത്തിക്കാൻ കഴിയുമെന്നത് CPM-ന് വലിയ ആശ്വാസം നൽകുന്നു. It's a straight battle between TMC plus BJP and the Sanjukta Morcha. Our party Congress has directed that BJP is the main enemy and we have to combine all secular democratic forces in the battle against it, and that is what we had been trying here. കോൺഗ്രസുമായുള്ള സഖ്യം ചേരാൻ കഴിഞ്ഞത് നേട്ടമായി പാർട്ടി വിലയിരുത്തുന്നുണ്ടെങ്കിലും പുതിയ സഖ്യകക്ഷിയായ ISF-നെതിരായ കോൺഗ്രസിലെ ചില നേതാക്കൾ ഉന്നയിച്ച ആരോപണം മുന്നണിയിൽ അസ്വാരസ്യമായി നിലനിൽക്കുന്നുണ്ട്. जो लोग हमारे खिलाफ आवाज उठा रही है, हमारा ऊपर क्वेश्चन या प्रश्न चिन्ह उठा रही है, ये इंडियन सेकुलर फ्रंट वो सेकुलर है या नहीं है. इंडियन सेकुलर फ्रंट की जो प्रेसिडेंट है बंगाल की जो प्रेसिडेंट है वो शिमल सोरेन है. क्या वो मुस्लिम है? जो अब्बास सिद्दीकी केवल अपना धर्म अपना रिलीजियस बारे में बात नहीं कर रही है, अपना संप्रदाय के लिए बात नहीं कर रही है. जितना भी ये बंगाल में जनता है वो है दलित है, आदिवासी है, और जितना भी हिंदू धर्म के लोग हैं सभी की बात कर रही है. तो इसीलिए कांग्रेस की क्यों तकलीफ है? ISF-നെ സഖ്യകക്ഷിയാക്കിയതിനെ CPM ശക്തിയുക്തം ന്യായീകരിക്കുന്നുണ്ട്. സംയുക്ത മുന്നണിയിലൂടെ നല്ലൊരു ഭാവി CPM സ്വപ്നം കാണുന്നു. Indian secular front is the only secular front of this type that exists anywhere in India. അതേസമയം CPM-നൊപ്പം നിൽക്കുന്ന ISF തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ മുന്നണി ഉണ്ടാക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അസദുദ്ദീൻ ഓവൈസിയുടെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാനുള്ള സാധ്യത അവർ തള്ളിക്കളഞ്ഞിട്ടില്ല. ये हिंदुस्तान में ये भारत में जितना भी पार्टी है सब पार्टी वैसी साहब को सेकुलर नहीं मानते हैं. लेकिन हमारा हिसाब से वैसी साहब जो बात करती है संसद के अंदर जो बात करती है बातचीत रखती है वो तो कम्युनल नहीं है, ये हम जानते हैं. लेकिन जो हमारा लेफ्ट के साथ कांग्रेस के साथ जो गठबंधन है अलायंस है वो अलायंस लेकर असदुद्दीन ओवैसी साहब की थोड़ी सी प्रॉब्लम है. इसीलिए हम असदुद्दीन ओवैसी को बोला आप रुक जाइए, आप गठबंधन हमारा साथ आपकी नहीं होगी, बाद में क्या होगी नहीं होगा देखा जाएगा. ബംഗാളിൽ തിരികെ വരാൻ പരിശ്രമിക്കുന്ന CPM കൂടുതലായി യുവാക്കളെയാണ് ഇക്കുറി രംഗത്തിറക്കിയത്. വ്യവസായവൽക്കരണം തിരിച്ചടി നൽകിയ സിംഗൂരിൽ ഉൾപ്പെടെ പാർട്ടി യുവാക്കളെ സ്ഥാനാർത്ഥികളാക്കി. Around for the last 6 months we had been working to find out younger comrades to contest.
particularly from the student front, from the youth front, and from other front also, to whether it will help or not. But that's the future. You have to depend upon the younger people. ഇപ്പോൾ ദുർബലമെങ്കിലും സംസ്ഥാനത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചുവരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. നല്ല കാര്യം ഈ ഇലക്ഷനിൽ ഒരുപാട് ചെറുപ്പക്കാരെ അവർ നിർത്തിയിട്ട്, അപ്പോൾ അവരിനിപ്പം എനിക്ക് തോന്നുന്നു they will provide the leadership. So definitely I think left has a future here. ഈ ചെറുപ്പക്കാരെല്ലാം വരുമ്പോൾ ലെഫ്റ്റ് സ്പേസ് അവിടെ തന്നെ നിൽപ്പുണ്ട്. അതുപോലെ കാര്യം ഇപ്പോൾ BJP ഇപ്പം നമ്മളിപ്പം സർവേയൊക്കെ പറയുന്ന ഏറ്റവും അവർക്ക് ഫേവർ ചെയ്യുന്ന സർവേ പറയുന്നത് 40%, 42%. ബാക്കി മെജോറിറ്റി സ്റ്റിൽ ദെയർ. അതിലൊരു 10% കോൺഗ്രസിന് കൊടുക്കാം. അപ്പം 55, പിന്നെ ഒരു ഏകദേശം 50%-ഓളം ആ സ്പേസ് ഉണ്ട്. ബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ ദേശീയ രാഷ്ട്രീയ പ്രാധാന്യം പ്രതിപക്ഷ പാർട്ടികൾ എടുത്തു പറയുന്നുണ്ടെങ്കിലും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ അവർ വിജയിച്ചോ എന്നത് സംശയമാണ്. വിഘടിച്ചു നിൽക്കുന്ന പ്രതിപക്ഷം തന്നെ അതിനുദാഹരണം. അതേസമയം വേറിട്ട് നിൽക്കുമ്പോൾ മമതയ്ക്കെതിരായ വോട്ടുകൾ വിഘടിച്ചു പോകുന്നത് BJPയുടെ വിജയസാധ്യതയെ ഇല്ലാതാക്കുമെന്ന് ഇടതുപക്ഷം ന്യായീകരിക്കുന്നു. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും BJPക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ള ആ മെസ്സേജ് പോലും ഡൈല്യൂട്ടഡ് ആയി. കാര്യം ഇവർ BJPയെ ഇടതുപക്ഷം കുറ്റം പറയുമ്പം അടുത്ത സെന്റൻസിൽ അവർ മമതയും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അപ്പം ഒരേ ഇൻറ്റൻസിറ്റി ചിലപ്പോൾ ഒരേ ലെവലിലായിരിക്കില്ല, പക്ഷേ എന്നാലും ആ മെസ്സേജ് ഡൈല്യൂട്ട് ചെയ്താണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. അതിനെ കൂടുതൽ പ്രാക്ടിക്കൽ ആവുമായിരുന്നത് വ്യത്യസ്തമായി മത്സരിച്ചോളൂ, പക്ഷേ സിംഗിൾ പോയിന്റ് മെസ്സേജ്, ഡോണ്ട് വോട്ട് ഫോർ BJP. ആ ഒരു ഇത് അത്രമാത്രം അവർ സക്സസ്ഫുൾ ആയി എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയം. മമത അത് വളരെ നന്നായി ചെയ്തു. മമത വാസ് സിംഗിൾ, ഷി വാസ് ഫോക്കസ്ഡ്. ഹർ ഓൺലി അറ്റൻഷൻ വാസ് attacking, she was focused. മുസ്ലിം വോട്ടുകൾ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. TMCയും സംയുക്ത മുന്നണിയും മുസ്ലിം വോട്ടിൽ കണ്ണുവെക്കുന്നു. മുസ്ലിം പുരോഹിതൻ അബ്ബാസ് സിദ്ദിഖി നേതൃത്വം നൽകുന്ന ISFനെ ഒപ്പം കൂട്ടിയത് ഗുണം ചെയ്യുമെന്നാണ് സംയുക്ത മുന്നണിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ BJPക്ക് വേണ്ടി മുസ്ലിം വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുന്നുവെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപണം ഉന്നയിക്കുന്ന അസദുദ്ദീൻ ഓവൈസിയുടെ സാന്നിധ്യം TMCയുടെ ചങ്കുരിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും പ്രചാരണത്തിലെ ആവേശം പോളിംഗ് സ്റ്റേഷനിൽ പ്രകടം. സ്ത്രീ വോട്ടർമാരാണ് കൂടുതലായി ആദ്യഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിയത്. സ്ത്രീ സാന്നിധ്യം കൂടുതലാണെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. लेडीज तो ज़्यादा है, बहुत है. पिछले बार जब आते थे इतना लेडीज नहीं था, आधा रख था. इस बार तो देखा जाए बहुत लेडीज है. മമത സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സ്കീംസും വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ തൃണമൂലിൻ്റെ മെയിൻ സ്ലോഗൻ ഇത്തവണ ഇതാണ്, ബംഗാളിൻ്റെ മകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ സ്ലോഗൻ. അപ്പോൾ അതിനകത്ത് അവർ ഉദ്ദേശിക്കുന്ന ഒന്ന്, ഈ പുറത്തുനിന്നുള്ളവരെ അല്ല ബംഗാളിൽ, രണ്ട് ഒരു സ്ത്രീയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ള, ബംഗാളിൻ്റെ മകളെ എന്നുള്ളത്. അപ്പോൾ BJPക്കും ശക്തമായ ഒരു സ്ത്രീ നേതൃത്വ നിലയില്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ അനുമാനം ഈ വരുന്ന സ്ത്രീകളെല്ലാം മമതയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാനാണ് സാധ്യത എന്നാണ് കരുതുന്നത്. പിന്നൊരു കാര്യം പറയുന്നത്, ഈ പല കുടുംബങ്ങളും പറയുന്നുണ്ട്, ഇപ്പം നന്ദിഗ്രാമിൽ പലരും പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് BJPക്ക് വോട്ട് ചെയ്യും, പക്ഷെ ഞാൻ മമതയ്ക്ക് വോട്ട് ചെയ്യുള്ളൂ, അങ്ങനെ അവർ പറയുന്നുണ്ട്. സ്ത്രീ വോട്ടർമാർ ആരെ പിന്തുണയ്ക്കുന്നു എന്നത് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കും. BJPയുടെ സുവർണ ബംഗാളും മമതയുടെ ബംഗാളിന്റെ മകളും പോർക്കളത്തിൽ പൊരിഞ്ഞ പോരിലാണ്. ആര് ഭരണത്തിലെത്തിയാലും ബംഗാളിന്റെ രാഷ്ട്രീയത്തിൽ വൻ മാറ്റം സംഭവിച്ചു കഴിഞ്ഞുവെന്ന് നിസ്സംശയം പറയാം. ബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ആ മാറ്റം സ്വാധീനിക്കുമെന്നുറപ്പ്. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് ബംഗാളി ജനത ഒരുപാട് നാൾ പറഞ്ഞു നടന്നു. രാഷ്ട്രീയ മാറ്റങ്ങളോട് അവർക്ക് മടിയായിരുന്നു. എന്നാൽ 10 വർഷം മുൻപ് അവർ മാറി ചിന്തിച്ചു.
ഇടതുപക്ഷത്തെ തൂത്തെറിഞ്ഞ് മമതാ ബാനർജിക്ക് അധികാര സിംഹാസനം നൽകി. അതിനുശേഷം BJPക്ക് ഇടം നൽകി. ബംഗാളിൽ ആഴത്തിൽ വേരൂന്നാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനെതിരെ മമതയുടെ ഒറ്റയാൽ പോരാട്ടം മതിയാകുമോ?